നമസ്കാരം, ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ തുക അയച്ചു തരിക, സംഭാവനകൾ നൽകണം, പരസ്യം നൽകണം, എല്ലാം നൽകണം, ഞങ്ങളെ സഹായിക്കണം. ആദ്യം തന്നെ നമ്മുടെ വി.ഡി. സതീശൻ ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സത്യം പറയും. നിങ്ങൾ അൻവറിനെ എടുത്തത് ശരിയായാലും തെറ്റാലും ഒരു നിലപാടെടുത്തു. അപ്പോൾ നേരത്തെ നിങ്ങളെ ഒരു ഹരിത MLA എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഇപ്പോൾ നിലപാടിൻ്റെ രാജകുമാരനെന്ന് വിളിക്കാം. നിലപാടുണ്ടല്ലോ നിങ്ങൾക്ക്. ജയിക്കോ വേണ്ടേ, UDF വരും, അതൊക്കെ വേറെ വിഷയം. ജനങ്ങൾ ഇതിനോ ഒരു നിലപാടുണ്ടല്ലോ. സതീശൻ മാഷേ, നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരാഴ്ച മുമ്പേ 2 ആഴ്ച മുമ്പേ ഞങ്ങൾ വീഡിയോ ചെയ്ത കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. MP-മാർ താഴോട്ടിറങ്ങരുത്. ഈ ഷാഫി പറമ്പിലൊക്കെ ആരാ? അദ്ദേഹം ഒരിടത്ത് നിന്നിട്ട് MLA ആവുന്നു, ഓക്കെ. ഈ ശ്രീധരനെ തോൽപ്പിച്ചു, ഓക്കെ. അദ്ദേഹം വടകര പോയി MP ആവുന്നു, ഓക്കെ. ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ അങ്ങനെ ഷാഫി പറമ്പിൽ പോയാലേ പറ്റുള്ളൂ. ഒരു മുസ്ലിം നാമധാരി അവിടെ പോയി നിന്ന് ചെയ്യാലേ പറ്റും, ഓക്കെ, സമ്മതിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം പാലക്കാട് വന്നിട്ട് മന്ത്രിയാവാൻ നടക്കുന്നു. നമ്മുടെ കാസർഗോഡ് നിന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ അവർ താഴേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിയാവാം. ആൻ്റണി മന്ത്രിയാവാമെന്ന് പറയുന്നു. ബെന്നി ബെഹനാൻ മന്ത്രിയാവാമെന്ന് പറയുന്നു. അടൂർ പ്രകാശ് മന്ത്രിയാവാമെന്ന് പറയുന്നു. ഇങ്ങനെ കോൺഗ്രസ്സിലെ MP-മാരായിട്ടുള്ള ജയിച്ചു പോയിട്ടുള്ള 19 പേരിൽ ഒരുപാട് പേര് മന്ത്രിമാരാവാൻ ഉൾപ്പടിച്ചു എന്നാണ് പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട MP-മാരോട് പറയാനുള്ളത്, കോടാനുകോടി രൂപയാണ് ഒരു ഇലക്ഷന് വേണ്ടി വരുന്നത്. സ്ഥാനാർത്ഥികൾ ചിലവാക്കുന്ന പൈസ, ഇലക്ഷൻ കമ്മീഷൻ ചിലവാക്കുന്ന പൈസ, ജനങ്ങളുടെ സമയം, അധ്വാനം, ഓഫീസർമാരുടെ സമയം, വലിയ സന്നാഹമാണ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്നത്. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വരികയും പാവപ്പെട്ട ആളുകളുടെ ഒരു ഫയലിലും തീരുമാനമെടുക്കാൻ പറ്റാതെ വരികയും. അതുകൊണ്ട് നിങ്ങൾ 5 വർഷം കയറിയവർ 5 വർഷം തികയ്ക്കുക. നിങ്ങൾ താഴോട്ട് വരരുത്. ഇവിടെ ഒരുപാട് വലിയ നേതാക്കളും ചെറിയ നേതാക്കളും കുട്ടി നേതാക്കളും യൂത്തന്മാരും മൂത്തന്മാരും ഒക്കെ കൂടെ ഉണ്ട്. ഒരുപാട് മൂത്താപ്പന്മാരുണ്ടല്ലോ കോൺഗ്രസ്സിൽ. സീനിയർ നേതാക്കൾ എടുക്കൂ. രമേശ് ചെന്നിത്തല, V.D. സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, പിന്നെ VM സുധീരൻ തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കിയാൽ ഒരു പട തന്നെ ഇല്ലേ. പാലോട് രവി, എത്ര ആളുകളുണ്ട്. ശക്തൻ തിരുവനന്തപുരത്ത്. ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഒരുപാട് ആളുണ്ട്. ഇനി ജൂനിയേഴ്സിനെടുത്താൽ ശബരിനാഥ് തൊട്ട് VC വിഷ്ണുനാഥ് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ ഇപ്പോൾ സന്ദീപ് വാര്യരെ കിട്ടിയ സന്ദീപ് വാര്യർ മുതൽ റിജി മാക്കൂട്ടത്തിൽ മുതൽ ഇങ്ങനെ ഒരു പരമ്പര തന്നെ. പെണ്ണുങ്ങളുണ്ട്. രമ്യ ഹരിദാസ് ഉണ്ട്. സ്ത്രീകളായിട്ട് ഷാനിമാൾ ഉസ്മാനുണ്ട്. ഷമ മുഹമ്മദുണ്ട്. ബിന്ദു കൃഷ്ണയുണ്ട്. തിരുവനന്തപുരത്ത് വരുമ്പോൾ വീണ നായരുണ്ട്. ഒരു പട തന്നെയുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ദയവായി MP-മാർ താഴോട്ട് വരണ്ട. നിങ്ങൾ പാർലമെൻറ്റിൽ തികയ്ക്കുക. അവിടെ മോഡിയെ ഒന്ന് വിമർശിക്കാനും മോഡിയെ പിടിക്കാനും ആളുകളുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പാരമ്പര്യവും പരിചയവും വന്നു കഴിഞ്ഞു. നിങ്ങൾ ഡൽഹി പിടിക്കുക. കേരളം V.D. സതീശൻ മാഷിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ UDF തീരുമാനിക്കുന്ന, കോൺഗ്രസ് തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ നേതൃത്വത്തിൽ, അതാരായോ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു, നേതൃത്വത്തിൽ ഇവിടെ ഭരണം വരികയാണെങ്കിൽ അവർ ഭരിക്കട്ടെ. നിങ്ങൾ ഡൽഹിയിൽ അവർക്ക് ആവശ്യമായ സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ തുടരുക. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പാലക്കാട് ഷാഫി പറമ്പിൽ MP-യോട് പറയുന്നു, ഷാഫി പറമ്പിലെ നമുക്ക് ഡൽഹിയിൽ തുടരാം. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ജയിപ്പിച്ചെടുത്തതുപോലെ കേരളത്തിൽ കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചെടുക്കാനുള്ള ചുമതല അങ്ങ് ഏറ്റെടുക്കുക.